സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി കനത്ത പോളിംഗാണ് ഉണ്ടായത്. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ പ്രതീക്ഷകളുടെ കണക്കുകൂട്ടലുകളിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74.06% പോളിംഗ് ആയിരുന്നു കേരളത്തിൽ രേഖപ്പെടുത്തിയതെങ്കിൽ 2026 അതായത് ഇത്തവണ അത് 78.2% ഉയർന്നു. കേരളത്തിൽ സ്ത്രീ വോട്ടർമാരുടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനവും ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തി. 81.19% സ്ത്രീ വോട്ടർമാരാണ് ഇത്തവണ വോട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ ഇത് 73.94% കനത്ത പോളിംഗ് ഗുണം ചെയ്യുമെന്ന് LDFും UDFും NDAയും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. ചരിത്രപരമായ ഹാട്രിക് ഭരണം ലക്ഷ്യമിട്ട് നടത്തിയ പ്രചാരണങ്ങൾ വിജയം കണ്ടു എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. സർക്കാരിൻ്റെ വികസന പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നത്. തിരിച്ചുവരവിന് കരുത്തുറ്റ പോരാട്ടം നടത്തി എന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത്. 100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയാണ് UDF നേതാക്കൾ ഇന്നും പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന ഉറച്ച വിശ്വാസത്തിലാണ് NDA. നേമം, കഴക്കൂട്ടം, പാലക്കാട്, ചാത്തന്നൂർ, മഞ്ചേശ്വരം അടക്കമുള്ള സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നാണ് NDAയുടെ അവകാശവാദം. സംസ്ഥാനത്തുണ്ടായ ഉയർന്ന പോളിംഗ് ശതമാനം ഏതെങ്കിലും മുന്നണിക്ക് സഹായകരമാകുമോ? ഏത് മുന്നണിക്കാകും അത് സഹായകരമാവുക? കാണാം RDX റാപ്പ്. കേരളത്തിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് 3 മുന്നണികളുടെയും അവകാശവാദം. മികച്ച പോളിംഗ് ശതമാനം ഭരണ തുടർച്ചയ്ക്കുള്ള സൂചനയാണെന്നാണ് LDF ക്യാമ്പ് വിലയിരുത്തുന്നത്. മൂന്നാം ഇടത് സർക്കാർ അധികാരത്തിലേറുമെന്നും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നില്ലെന്നും LDF നേതാക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത് ജനങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായും ഇടതുമുന്നണി കരുതുന്നു. വനിതാ വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമെന്നുമാണ് LDF കണക്കുകൂട്ടൽ. അതേസമയം പോളിംഗ് ശതമാനം ഉയർന്നത് ഭരണമാറ്റത്തിന്റെ പ്രത്യക്ഷ സൂചനയായാണ് UDF നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. 100 സീറ്റ് എന്ന അവകാശവാദം ഇന്നും കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു. 5 ജില്ലകളിൽ മുഴുവൻ സീറ്റും UDF നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പോളിംഗ് ശതമാനത്തിലെ വർധനവ് NDAക്ക് അനുകൂലമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വാദം. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മാറ്റമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 3 മുതൽ 5 വരെ സീറ്റുകൾ നേടുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. ശബരിമല സ്വർണ്ണക്കൊള്ളയും വയനാട് ഫണ്ട് വിവാദവും വോട്ടെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ ചർച്ചയായതടക്കം ഏത് മുന്നണിക്ക് ഗുണകരമാകുമെന്നതും നിർണായകമാകും. RDX റാപ്പ് ന്യൂസ് മലയാളം. ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് പോകില്ല എന്നും വനിതാ വോട്ടർമാർ തങ്ങൾക്ക് അനുകൂലമാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ രാവിലെ പറഞ്ഞു. വികസനം ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന് P രാജീവും മൂന്നാം ഇടത് സർക്കാർ അധികാരത്തെത്തുമെന്ന് V ശിവൻകുട്ടിയും ഇടതുപക്ഷത്ത് നിന്ന് ഇന്ന് പറഞ്ഞു. വോട്ടിംഗ് നിലയിൽ സജീവമായി ആദ്യം തന്നെ രംഗത്ത് വന്ന ഒരു വിഭാഗം സ്ത്രീകളാണ്. ഞാൻ സന്ദർശിച്ച സ്ഥലങ്ങളിലെല്ലാം സ്ത്രീകളാണ് വലിയ പ്രതികരണം നടത്തുന്നത്. അപ്പം അതുകൊണ്ട് ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും ഭരണ തുടർച്ചയിലേക്ക് വരും. ഇതിനിടയിൽ പ്രത്യേകിച്ച് പ്രവർത്തനം നടത്തിയിട്ട് വിധി അനുകൂലാക്കാനോ പ്രതികൂലാക്കാനുള്ള സിദ്ധികളൊന്നും ആരുടെ കയ്യിലില്ല. അവരവരുടെ വിധി എഴുതി നമ്മൾ ഗവൺമെന്റ് എന്നാൽ അവരുടെ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ, മണ്ഡലത്തിൽ MLAമാർ ചെയ്ത കാര്യങ്ങൾ, പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ അതെല്ലാം ജനങ്ങളിലേക്ക് നന്നായി എത്തിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ്. നെഗറ്റീവായ ഘടകങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നില്ല. ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ വർദ്ധിച്ചിട്ടുള്ള വോട്ട് ഗവൺമെൻറ് അനുകൂലമായിട്ട് വന്നിട്ടുള്ള വോട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ആവേശ പോളിംഗിൽ അലയടിച്ചത് UDF തരംഗമാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ രാവിലത്തെ പ്രതികരണം. വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ മണ്ഡലങ്ങൾ തൂത്തുവാരുമെന്നും 100ലേറെ സീറ്റ് ഉറപ്പാണെന്നും VD സതീശൻ പറഞ്ഞു. BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് KC വേണുഗോപാലും ഒരുമയോടെ കോൺഗ്രസ് പ്രവർത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്കാണെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഈ 5 ജില്ലയിൽ മുഴുവൻ സീറ്റും പിടിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനവും അവിടുത്തെ ഒരു വർക്കും എല്ലാം കൂടി അസസ് ചെയ്ത് ഈ 43 സീറ്റ് കിട്ടിയാലും എനിക്ക് അത്ഭുതം ഉണ്ടാവില്ല. അപ്പോൾ UDFന് അനുകൂലമായിട്ടുള്ളൊരു തരംഗമുണ്ടെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലത്തെ പോളിംഗ് ഡേയിൽ കണ്ടത് ആ ഒരു വിശ്വാസത്തെക്കാൾ വിശ്വാസം കവച്ചു വെക്കുന്ന റെസ്പോൺസാണ് വോട്ടർമാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇത്തവണ UDFിൻ്റെ പ്രത്യേകത, UDFിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നു. കോൺഗ്രസിനകത്ത് ഒരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നു. എല്ലാവർക്കും ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട്, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം വയനാട് വിഷയം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബാധിച്ചോ എന്ന ചോദ്യത്തിന് പ്രകോപിതനായിരുന്നു KPC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ ഇന്നത്തെ പ്രതികരണം. വയനാട് ഫണ്ട് കണക്ക് പുറത്തുവിട്ടത് ഞങ്ങൾക്ക് ഗുണം ചെയ്തുവെന്നും MP നികേഷ് കുമാറിൻ്റെ കയ്യിൽ വിവരങ്ങളുണ്ടെങ്കിൽ പുറത്തുവിടണം എന്നുമായിരുന്നു സണ്ണി ജോസഫിൻ്റെ പ്രതികരണം.
വയനാട് വീടുകളുടെ നിർമ്മാണത്തിൽ തുടർ നടപടി എന്ത് എന്ന ചോദ്യത്തിന് വീട്ടുകൂടലിന് വിളിക്കാമെന്നും സണ്ണി ജോസഫ് മറുപടി നൽകി. ഞങ്ങൾക്ക് ഗുണം ചെയ്തു, ഞങ്ങൾക്ക് ഗുണം ചെയ്തു. അത് നികേഷിനെതിരെ നടപടി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, KPCC പരാതി കൊടുത്തിട്ടുണ്ട്. ആ പിന്നെ അക്കൗണ്ടിൻ്റെ നമ്പറും ആ ബാങ്കിൻ്റെ ബ്രാഞ്ചും ഒന്ന് പറഞ്ഞാൽ പോരെ. If he is having the details, he should have furnished the details. ഒന്നും തിരക്കാക്കണം, വീട്ടിൽ കൂടലിനെ വിളിക്കാം. അതിന് വരണം പാലുകാച്ചൽ എത്രയും വേഗത്തിൽ. അതിനൊന്നും ഒരു നിങ്ങൾ ആരും തരണ്ട, നിങ്ങൾ ആരെയും ശമ്പളത്തിൽ തരണം, ഞങ്ങൾ ഉണ്ടായിക്കോളും. പോളിംഗ് ശതമാനത്തിലെ വർധനവ് NDAക്ക് അനുകൂലമാണ് എന്നായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മാറ്റമാണെന്നും BJP വൻ ആത്മവിശ്വാസത്തിലാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങൾ ആഗ്രഹിക്കുന്നൊരു മാറ്റം ഈ ഇലക്ഷൻ വഴി വരും എന്ന് എനിക്ക് ഒരു നല്ല ആത്മവിശ്വാസമുണ്ട്. അത് ജനങ്ങളുടെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടും അവരുടെ റെസ്പോൺസ് ഇന്നലെ കണ്ടിട്ടും ഒരു നല്ല ആത്മവിശ്വാസം. ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് ഈ ഇലക്ഷൻ, ഈ ഒരു നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഇലക്ഷനായിട്ട് മാറും എന്ന് ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു. പക്ഷേ അപ്പോൾ ഇതാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിപ്പം നേതാക്കളെല്ലാം ഈ വലിയ തെരഞ്ഞെടുപ്പ് ചൂടുന്ന് താഴേക്ക് വന്ന് കുറച്ച് ശാന്തമായ അവസ്ഥയിലായി. പക്ഷേ സണ്ണി വക്കീലിന് മാത്രം ആ ഒരു ഹൈപ്പർ അവസ്ഥ വിട്ടിട്ടില്ല. അദ്ദേഹം മാത്രം ആ ഒരു ഇന്നലെ ഉള്ളതുപോലെ തന്നെയാണ് ഇന്നുള്ളത്. ഇപ്പോൾ വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. അവിടെ എന്ന് വെച്ചാൽ ജനം രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചർച്ചകളുടെയും മറ്റൊക്കെ സമയമാണ്. അപ്പോൾ എന്താ തോന്നുന്നത്? ഇന്നത്തെ പ്രതികരണങ്ങൾ കൂടി കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDFന് ഉറച്ച ആത്മവിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടും എന്ന കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല. LDFിൻ്റെ ഒരു പതിവ് രീതി വെച്ച് ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാലായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം വരിക. നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും വായിച്ചെടുക്കാനേ കഴിയൂ, അതിനപ്പുറത്തുള്ള പ്രതികരണമില്ല. നമ്മൾ സംസാരിക്കുന്ന നേതാക്കന്മാരെല്ലാം പറയുന്നത് വിജയിക്കാൻ തന്നെയാണ്. അതായത് മൂന്നാം ടൈമിലേക്ക് ഈ സർക്കാർ അധികാരത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വരാനാണ് സാധ്യത എന്ന് അവർ നമ്മളോട് സ്വകാര്യമായി പറയുന്നു. ഇപ്പുറത്ത് BJP ആവട്ടെ, BJPയുടെ സാധ്യത എനിക്ക് തോന്നുന്നത് കുറേ കൂടി റിയലിസ്റ്റിക്കായി ഈ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ച BJP നേതാക്കളിൽ നിന്ന് കേട്ടപ്പോൾ കുറേ റിയലിസ്റ്റിക്കായി ഈ കാര്യങ്ങളെ കാണുന്ന ആളുകൾ BJP നേതാക്കളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവർ കാര്യകാരണ സഹിതം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവിടെ നിന്ന് തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കേരളത്തിലൊരു മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്നാമത് അതിനകത്ത് പ്രധാനമായും പറയുന്നത്. ഒന്ന്, UDF നിരന്തരം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, ലീഗ് അടക്കം അധികാരത്തിൽ മാറി നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ അധികാരത്തിലേക്ക് അവരെ ഒരു വട്ടം കൂടി കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്ത, ഇല്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഇല്ലാതായേക്കുമോ എന്നുള്ള ചിന്ത, ഇതൊക്കെ ഒരു തരത്തിൽ വർക്കായിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തെക്ക് നിന്ന് വടക്ക് നിന്ന് തെക്ക് വരെ എന്നുള്ള ഒരു ആലോചന. പക്ഷേ ആ കൺസോളിഡേഷൻ അത് UDFന് അനുകൂലമായ കൺസോളിഡേഷനായി സംഭവിച്ചപ്പോൾ ഇപ്പം തെക്ക് നിന്ന് നോക്കിയാൽ കഴക്കൂട്ടവും നേമവും അടക്കമുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളുടെയൊക്കെ പൊതു സ്വഭാവം എന്താണ്? നമുക്കിപ്പോൾ നേമത്ത് തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ആർക്കാണ് വിജയസാധ്യത, അതായത് BJPക്കെതിരെ ആര് വിജയിക്കുമോ അയാൾക്ക് ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ വോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ശക്തമായ BJP വിരുദ്ധ നിലപാടുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ചെയ്യുക. ഇത്തവണ പക്ഷേ സംസ്ഥാനത്തുടനീളം ഒരു കൺസോളിഡേഷൻ, ആ കൺസോളിഡേഷൻ്റെ കാരണം പലതരത്തിൽ നമുക്ക് പറയാനുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാരണം BJP വിലയിരുത്തുന്നതാണ് കേട്ടോ. നമുക്ക് പറയാൻ വേറെ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് നേമം മണ്ഡലത്തിൽ അവിടെ ആ വോട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ശബരിനാഥന് കുറേ വോട്ട് പോയി, കുറേ വോട്ടുകൾ ശിവൻകുട്ടിക്ക് പോയി. അങ്ങനെ സ്പ്ലിറ്റ് ആകുന്ന സാഹചര്യത്തിൽ അവിടെ നേരിയ മാർജിനിൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു വരാം. അവിടെ ഒരു കണക്കൂട്ടലാണ്. കഴക്കൂട്ടം മണ്ഡലത്തിനും സമാനമായ സ്വഭാവമുണ്ട്. ഇതുവരെ ആ നിലയ്ക്ക് അവർ വർക്കായിട്ടില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ അതങ്ങനെ വർക്കാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. മഞ്ചേശ്വരത്ത് വളരെ ലോ പ്രൊഫൈലിലായിട്ടാണ് കെ സുരേന്ദ്രൻ്റെ പ്രചാരണം കാണാനേ ഉണ്ടായിരുന്നില്ല. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ച വരാറുന്നതാണ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് 10 വരും. ഇത് അത്തരം ഒരു റിപ്പോർട്ട് തന്നെ വരാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം കെ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അവർ സ്ക്വാഡ് വർക്കുകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ വിജയസാധ്യതയുള്ള ഏറ്റവും ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി അവിടെ നിൽക്കാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഈ പറയുന്ന CPIM വോട്ടുകൾ ഇവിടെ തെക്ക്
ഈ ന്യൂനപക്ഷ വോട്ടുകളാണ് കൺസോളിഡേറ്റ് ചെയ്ത് BJP വിരുദ്ധമായി മാറി നേമത്ത് തോൽപ്പിക്കുന്നതെങ്കിൽ മഞ്ചേശ്വരത്ത് CPIM വോട്ടുകളാണ് ഒരുമിച്ച് ഒഴുകി അപ്പുറത്തേക്ക് ഏതാണ് ലീഗിന് അനുകൂലമായി പോയി UDF അവിടെ വിജയിപ്പിക്കുകയും BJPയെ തോൽപ്പിക്കുകയും ചെയ്യുന്നത്. ആ സാധ്യത ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. ഇതാണ് അവരുടെ ഒരു പൊതു വിലയിരുത്തൽ. അപ്പോൾ അവരുടെ വിലയിരുത്തലിൽ ഈ മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് തോന്നുന്നത്. CPIMൻ്റെ വിലയിരുത്തലിൽ നമുക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം പറയുന്നു. 100 സീറ്റിനപ്പുറത്തുള്ള വലിയ വിജയം എന്നൊക്കെയുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി കാണിച്ച ആത്മവിശ്വാസം പൊതുവെ ആ സിസ്റ്റത്തിനകത്തില്ല എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. UDFനാവട്ടെ വലിയ ആത്മവിശ്വാസമാണ്. അതായത് 100 സീറ്റിനപ്പുറത്ത് എന്ന വാദത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. അതായത് 100 സീറ്റിനപ്പുറത്ത് എന്ന് പറഞ്ഞത് VD സതീശൻ പറയുന്നുണ്ട്. പക്ഷേ മറ്റു പല നേതാക്കളും പതുക്കെ കുറച്ചുകൊണ്ട് വന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യത്തിൽ വീണ്ടും ആ 100 സീറ്റ് എന്നുള്ള വാദത്തിലേക്ക് വന്നു. ഈ ഇലക്ഷൻ പ്രവാചകന്മാരൊക്കെ 100 സീറ്റിനപ്പുറത്ത് പ്രവചിക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായി തെരഞ്ഞെടുപ്പിന് ശേഷം. അതിനെന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് എത്ര നമ്മൾ തിരിച്ചും മറിച്ചും ഇവരൊക്കെ പ്രവചിക്കുന്നത് വായിച്ചു വരുമ്പോൾ ഒറ്റ കാരണമാണ് പറയുന്നത്, പോളിംഗ് ശതമാനം വർദ്ധിച്ചു. അവരും പറയുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകൃതമായി ഇവർക്ക് അനുകൂലമായി പോയി, UDFന് അനുകൂലമായി പോയി എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചു എന്ന ആ വാദം അത് എത്രത്തോളം നിലനിൽക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. കാരണം എന്താണ്, നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്നൊരു 3% വർധനയാണ് പരമാവധി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടാകുക. അതായത് ഇവിടെ ശതമാനക്കണക്കിൽ ഇത്തവണ ശതമാനക്കണക്ക് കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അതുമാത്രമല്ല, ഇത്രയും കാലം തെരഞ്ഞെടുപ്പിനെ കണക്ക് കൂട്ടിയതിൽ നിന്ന് വ്യത്യസ്തമായി വേണം ഈ 2026 മുതൽ ഇനി അങ്ങോട്ട് കണക്ക് കൂട്ടാൻ. കാരണം ഇതെല്ലാം ക്ലീനപ്പ് ചെയ്തു. SIRന് ശേഷം ഇത് കംപ്ലീറ്റ് ക്ലീനപ്പ് ചെയ്തിട്ട് പുതിയൊരു പട്ടിക തന്നെയാണ് ഇവിടെ. അവിടെ ആനുപാതികമായ വർധന യഥാർത്ഥത്തിൽ വോട്ടിൽ ഉണ്ടായിട്ടില്ല. ശരിക്കും കണക്ക് കൂട്ടിയാൽ ഇത് കുറവാണോ എന്ന് സംശയിക്കുക. അതായത് 5 വർഷത്തിന് ശേഷം നടക്കുന്ന വോട്ടെടുപ്പല്ലേ സനീഷേ? അപ്പോൾ വോട്ട് എണ്ണം, പുതിയ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടില്ലേ? അതിന് ആനുപാതികമായ ഒരു വർധന യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ കണക്ക് കൂട്ടിയാൽ നമ്മൾ ഈ കാലത്തിൻ്റെ ഒരു വളർച്ച കണക്ക് കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ പോളിംഗ് ശതമാനത്തിൽ കുറവാണ് ഉണ്ടായിട്ടുണ്ടെന്ന് വേണം നമ്മൾ കണക്ക് കൂട്ടി വയ്ക്കാൻ. അസമിൽ പോലും അത് കുറവാണെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അസമിൽ വർദ്ധിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിൽ 89% പോയി. പുതുച്ചേരിയിലും ഇനിയിപ്പോൾ ചെറിയ സ്ഥലമാണെന്ന് കൂട്ടാം. 10 ലക്ഷത്തിൽ ചെല്ലുവാൻ വോട്ടേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടാവാം. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ആവട്ടില്ല. പിന്നെ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ട മണ്ഡലങ്ങളുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഒരു കാര്യം ശരിയാണ്, ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ച മണ്ഡലങ്ങൾ ഏതാണ്, അതായത് വോട്ട് വന്ന് ചെയ്ത മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ അതിൽ UDFൻ്റെ മണ്ഡലങ്ങൾ, UDF പതിവായി ജയിച്ചു വരുന്ന, എങ്ങനെ 1ഉം 2ഉം അല്ല 5ഉം 6ഉം തെരഞ്ഞെടുപ്പായിട്ട് UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളുണ്ടല്ലോ, 4ഉം 5ഉം തെരഞ്ഞെടുപ്പായിട്ട്. അത്തരം മണ്ഡലങ്ങളിലാണ് വോട്ട് കൂടിയിട്ടുള്ളത്. വോട്ട് കുറഞ്ഞിട്ടുള്ളത് ഏതാണ്? താരതമ്യേന UDFും LDFും മാറി വിജയിക്കുന്നതോ അല്ലെങ്കിൽ LDF വിജയിക്കുന്നതോ ആയിട്ടുള്ള കുറച്ച് മണ്ഡലങ്ങളിലാണ്. അങ്ങനെ വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് ഇങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് കണ്ണടച്ച് പറയാൻ കഴിയുക? ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. മാത്രമല്ല, ഈ 100 സീറ്റിന് അപ്പുറത്തുള്ള ഒരു വിജയത്തിലേക്കൊക്കെ പോകണമെങ്കിൽ അസാധാരണമാം വണ്ണം ജനം മാറ്റി വോട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കേരളത്തിൻ്റെ ഒരു ചരിത്രം 100 സീറ്റിന് അപ്പുറത്തേക്ക് പോകുമ്പോഴും 2-3% വ്യത്യാസത്തിൽ 100 സീറ്റിന് അപ്പുറത്തൊക്കെ വേണമെങ്കിൽ കടക്കാറുണ്ട്. കാരണം 1-2% വ്യത്യാസത്തിൽ തന്നെ 100 സീറ്റൊക്കെ കടക്കുന്ന ചരിത്രം കേരളത്തിനുണ്ട്. പക്ഷേ ഈ പുതിയ SIRൻ്റെ സാഹചര്യത്തിൽ, ഈ പുതിയ പട്ടികയുടെ സാഹചര്യത്തിൽ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നൊക്കെയുള്ളത് ഇതുവരെ വന്ന വിലയിരുത്തലുകളെല്ലാം ശരിയാകുമോ എന്നുള്ളത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നാൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. കാരണം അതുകൊണ്ട് ആ നിലയ്ക്ക് നമുക്ക് വിലയിരുത്തി പോവുക, SIR മുൻനിർത്തി വിലയിരുത്തി പോവുക അസാധ്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ഈ 100 സീറ്റിൻ്റെ കണക്കില്ലായിരുന്നോ? 100 സീറ്റിൻ്റെ കണക്കുണ്ട്. അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്ന് പറഞ്ഞത് UDF വിൽ സ്കോർ എ സെഞ്ചുറി എന്നാണ്. അതായത് അത് ഒരു തവണ പറയുകയല്ല, അത് ഇപ്പോൾ ഇത്തവണ VD സതീശൻ പറഞ്ഞതുപോലെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നു. UDFന് 100 സീറ്റിനും മേലുള്ള വലിയ വിജയം ഉണ്ടാകുമെന്ന്, തമ്പിങ് മെജോറിറ്റി ഉണ്ടാകുമെന്ന് KC വേണുഗോപാൽ എന്ന് പറഞ്ഞതാണ് ആത്മവിശ്വാസത്തോടെ. അന്ന് തെരഞ്ഞെടുപ്പിനെ നയിച്ച രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ആരെയും കുഴപ്പത്തിൽ ചാടിക്കുന്ന മോശം ക്യാമ്പയിൻ ഒന്നും നടത്തിയിട്ടില്ല, വളരെ പോസിറ്റീവായിട്ടുള്ള ക്യാമ്പയിൻ നടത്തി ഞങ്ങൾ ഇതാ വലിയ വിജയത്തിലേക്ക് പോകുന്നു, അധികാരത്തിലേക്ക് എത്തുന്നു. ആ ആത്മവിശ്വാസം കുറഞ്ഞത് പിന്നീട് എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ്. എക്സിറ്റ് പോൾ വന്നതിന് ശേഷമാണ്. അതുവരെ ആ ആത്മവിശ്വാസത്തിനൊരു കുറവുമില്ലായിരുന്നു. ലെഫ്റ്റ് ആയിട്ട് ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ആകെപ്പാടെ ഈ നെഞ്ചും തിരുമ്പി നടന്നു എന്നുള്ളതാണ് സത്യം. അതിനുശേഷമാണ്, ആ എക്സിറ്റ് പോളിന് ശേഷമാണ് അവരൊന്ന് ഉണർന്നെണീറ്റത്. ഇവിടെ എക്സിറ്റ് പോളിന് ശേഷം ഒരുപക്ഷെ എന്താവും ഇവരുടെയൊക്കെ രീതി എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും നമ്മൾ ഈ ഒരു പ്രവാചകനും അത്ര എളുപ്പത്തിൽ പ്രവചിക്കാൻ കഴിയാത്ത വണ്ണമാണ് ഇത്തവണത്തെ പോളിങ്ങിൻ്റെ ഒരു ഘടന. പിന്നെ ഈ 1-2 കാര്യം കൂടി പറഞ്ഞു പോകാനുണ്ട്. അതായത് ഇനി എങ്ങാനും
ഇവിടെ ഇടതുമുന്നണിയുടെ പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ അതായത് ഞാൻ കരുതുന്നത് ഒരു ചെറിയ മാർജിനിലായിരിക്കും ആർക്കായാലും ആ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ കണക്ക് കൂട്ടുന്നതല്ലല്ലോ. നമ്മൾ 1% 2% വ്യത്യാസത്തിൽ നമ്മൾ പരമാവധി കണക്ക് കൂട്ടിയെടുത്താൽ നമുക്ക് ഇങ്ങനെ മാറിയിരുന്ന് കണക്ക് കൂട്ടുമ്പോൾ കിട്ടുക എപ്പോഴും ഒരു 80 സീറ്റിൽ താഴെയുള്ള ഒരു കണക്കിലേക്ക് നമുക്ക് ചെന്ന് നേടാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം LDF കഴിഞ്ഞ 3 തവണയായി തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലങ്ങൾ, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്താൽ തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലങ്ങൾ 54 മണ്ഡലങ്ങളാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കണക്കിടുമ്പോൾ 10-16 മണ്ഡലങ്ങൾ കൂടി സ്വാഭാവികമായും മത്സരമണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്നാൽ അവർക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയും. BJP കോൺഗ്രസിനാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ 30 മണ്ഡലങ്ങളുടെ വിജയം ആവശ്യമാണ് എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. BJP പക്ഷേ ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. കാരണം എന്താണ്, അവരിത്തവണ ഏത് തരത്തിലാണ് അവർ വോട്ട് ചെയ്തിരിക്കുന്ന രീതി, അവരുടെ പ്രവർത്തകർ വോട്ട് ചെയ്തിരിക്കുന്ന രീതി എന്നൊക്കെയുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ചില ആളുകൾ ഇപ്പം ഈ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ റനീഷിനെ പോലെയുള്ള ചില സ്ഥാനാർത്ഥികൾ അവർ BJPയുടെ സ്ഥാനാർത്ഥിയാണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു പ്രചാരണമാണ് അവിടെ നടത്തിയത്. അവിടുത്തെ മേയറുടെ വാർഡിലാണ് അയാൾ കഴിഞ്ഞ തവണ നിന്ന് വിജയിച്ചു വന്നത്. അതായത് ആ കേരളം വിട്ട് കേരളം പിടിക്കുന്നത് അതിനെ പൂർണ്ണമായി ഇയാൾ ആ പുതിയ മുദ്രാവാക്യത്തിൻ്റെ ആളാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരാളാണ് അയാൾ. അപ്പോൾ ഇതുപോലെ ചില സ്ഥാനാർത്ഥികൾ അപ്രതീക്ഷിതമായി പല മണ്ഡലങ്ങളിലും വോട്ട് പിടിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ചിലർക്ക് വോട്ട് പോകാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. പെർസെൻറ്റേജ് ഉയർത്തിയില്ലെങ്കിലും ചില സ്ഥാനാർത്ഥികൾ ചില സ്ഥലങ്ങളിൽ മൊത്തത്തിൽ വോട്ട് പിടിക്കും. അതെങ്ങനെയാണ് അന്തിമമായി തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പരാജയം, LDFന് പരാജയം സംഭവിച്ചാൽ അതിന് 2 കാരണങ്ങൾ പറയാനുണ്ട്. അത് UDFൻ്റെ മികവ് കൊണ്ടായിരിക്കില്ല, LDFൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും. ആ കയ്യിലിരിപ്പ് നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. ഇന്നിപ്പോൾ അത് സംസാരിച്ച് പോകാനുള്ള സമയം നമുക്കില്ല. ഉണ്ടെങ്കിൽ ഞാനത് പറയാം. പിന്നെ ഒന്ന് CPIയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞതാണ്. CPIയുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പാളിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 2 CPIMൻ്റെ പ്രചാരണ രീതി, അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ മൊത്തം പ്രചാരണ രീതി, പിണറായി വിജയനായിരുന്നു മുന്നിൽ നിന്ന് നയിച്ചത് എന്നുള്ളത് പോസിറ്റീവായി ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ അത്രത്തോളം തന്നെ നെഗറ്റീവായി അത് ചർച്ച ചെയ്യപ്പെടുന്ന സാധനം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ നേതാവ് പിണറായി വിജയനാണ് ആ മുന്നണിയെ നയിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ തന്നെ അവതരിപ്പിക്കാൻ സാധ്യതയുള്ളൂ. അതേ സാധ്യമാകൂ. കാരണം 2 ടേം നയിച്ച ഒരു നേതാവ്, ആ നേതാവിനെ തന്നെ മുൻനിർത്തിയ അടുത്ത ടേമിൽ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർക്ക് കഴിയും. മുഖ്യമന്ത്രി ആരും ആയിക്കോട്ടെ ജയിച്ചു വന്നാൽ, പക്ഷേ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉള്ള പ്രശ്നം, രണ്ടാമത്തെ നേതാവിടെ അല്ലെങ്കിൽ 2ാം നിര നേതാവിനെ നോക്കിയാൽ ഇവരുടെ തലപ്പൊക്കത്തിൽ വലിയ വ്യത്യാസമാണ്. അപ്പോൾ ആളുകൾ കാണുമ്പോൾ എന്താ പ്രശ്നം, അവിടെ ഒരു വലിയ വാക്കും വല്ലാതെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് തിരിച്ചടിയാവാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ഇപ്പുറത്ത് കോൺഗ്രസ്സിൽ നോക്കുക എന്താണെന്ന്, അവിടെ കൂട്ടായ ഒരു നേതൃത്വമാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത് എന്നുള്ളത് ഒരു പക്ഷേ അവർക്ക് പോസിറ്റീവായി സംഭവിച്ചേക്കാം. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോയാൽ കൂടുതൽ പറയാനുണ്ട്. ഈ മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഇടതുമുന്നണിക്ക് വിരുദ്ധമായി നമ്മൾ ഇക്കാര്യത്തിൽ മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. SIRൻ്റെ സാഹചര്യത്തിൽ ഇത് പൗരത്വത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ള പൊതുധാരണ മുസ്ലിങ്ങൾക്കിടയിലെല്ലാം ഉണ്ടായതുകൊണ്ട് ആ വോട്ടുകളെല്ലാം വീണിട്ടുണ്ട്. മുസ്ലിം വോട്ടുകളെല്ലാം വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ കൺസോൾട്ടേഷൻ എന്നല്ല, അത് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. നമുക്ക് തന്നെ ബൈറ്റ് ഉണ്ടായിരുന്നല്ലോ, കൊച്ചിയിൽ നിന്നുള്ള ബൈറ്റ്. അതായത് ഈ വോട്ട് ചെയ്തില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടുമോ എന്നുള്ള ആവലാതിയാണ്, എന്തെല്ലാം ഒരു ഭീതിയാണ് ആ വോട്ടർക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്യാൻ നിന്നിട്ടുള്ള മുസ്ലിം ജനസാമാന്യത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ആ വോട്ടുകൾ പക്ഷേ ആത്യന്തികമായി BJP വിരുദ്ധമാണ്. അപ്പോൾ BJP വിരുദ്ധമായി ഞാൻ എവിടെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നായിരിക്കും അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. ആൻറ്റി ഇൻകംബൻസി, അതായത് ഈ സർക്കാർ വിരുദ്ധത കൊണ്ട് വോട്ട് ചെയ്യുന്നതായിരിക്കില്ല. ഈ BJP വിരുദ്ധമായ വോട്ട് ഞാൻ ആർക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനം ഇത്തവണ ഒരുപക്ഷെ നടപ്പായിട്ടുണ്ടാവാം. അത് നടപ്പാകുമ്പോൾ ഇടതുമുന്നണിയെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട ഉത്തരവാദി CPI ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ PM ശ്രീ വിഷയം ഉണ്ടായപ്പോൾ നിന്ന നിപ്പിൽ CPI ആ മുന്നണിയെ കൈവിട്ടു. ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണെന്ന് ഓർക്കണം. നിന്ന നിപ്പിൽ മുന്നണിയെ കൈവിടുകയാണ് CPI ചെയ്തത്. ഇതിൽ ഭയങ്കര മാന്യന്മാരായി നിന്ന നിപ്പിൽ CPIയിൽ തന്നെ ഈ പറയുന്ന മൃഗസംരക്ഷണ വകുപ്പ് ആയിക്കോട്ടെ, കൃഷി വകുപ്പ് ആയിക്കോട്ടെ, ഒക്കെ ഈ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ടാണ് ഈ പണി ഒപ്പിച്ചതെന്ന് ഓർക്കണം. അവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഈ ഫണ്ട് കൈപ്പറ്റുന്നുണ്ട്. എന്നിട്ടാണ് CPI നിന്ന നിപ്പിൽ മാന്യന്മാരായത്. അത് വലിയ സംശയം. കാരണം നമ്മൾ പുറത്തിറങ്ങി നടന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽഡിൽ കിട്ടിയ ഒരു സാധനം എന്താണ്, PM ശ്രീയിൽ ഒപ്പിട്ടില്ലേ? ഇതെല്ലാ ചർച്ചകളിലും വന്നു. നമ്മൾ ഫീൽഡിൽ നടന്ന ചർച്ചകളിൽ PM ശ്രീയിൽ ഈ സർക്കാർ ഒപ്പിട്ടില്ലേ എന്ന ചോദ്യം ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. ആ ചോദ്യം ഉയർന്നു വരാനുള്ള പ്രധാന കാരണക്കാർ CPI. കാരണം CPI നിന്ന നിപ്പിൽ മാന്യന്മാരായി. അത്
ഈ മുന്നണിക്ക് അബദ്ധം ചെയ്തിട്ടുണ്ടാവാം. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും. എല്ലാ പോയിന്റും ഇപ്പോൾ പറയണ്ട, നമുക്ക് ഇനിയും ദിവസങ്ങൾ. അതെ ഇനിയുണ്ട്. ഞാനും അതിലേക്ക് പോകുന്നില്ല വലുതായിട്ട്. ഞാനെന്ന് മാത്രമല്ല അങ്ങനെ ഞാൻ വിശദമായിട്ട് നോക്കിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുള്ളത് അതായത് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻ്റെ ഒരു ടേക്ക് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷന് ശേഷം, പോളിംഗിന് ശേഷം ഇത് വളരെ മതകീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറി എന്നതാണ്. അതായത് നേരത്തെയും വർഗീയമായ എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ, മതകീയമായ ഒരു സംഗതി, ഒരു മതം കേന്ദ്രമായിട്ടുള്ളൊരു സംഗതിയായി, വിശ്വാസം കേന്ദ്രമായിട്ടുള്ളൊരു കാര്യമായി മാറി. അത് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയോ അല്ല ശബരിമല കേന്ദ്രമായ കാര്യങ്ങളുമായിട്ടല്ല, മതം എന്ന നിലക്ക് ആളുകൾ ബ്ലോക്ക് തിരിഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോയി എന്ന വിലയിരുത്തൽ പൊതുവിൽ അന്തരീക്ഷത്തിലേക്ക് വന്ന അക്കാര്യം രാഷ്ട്രീയ നേതാക്കൾക്കും മുന്നണി നേതാക്കൾക്കൊന്നും പറയാൻ മടിയില്ലാതിരുന്ന നമ്മുടെ മാധ്യമങ്ങളുടെ, നമ്മളടക്കമുള്ള മാധ്യമങ്ങളുടെ വിശകലന ദിവസങ്ങളിലൊക്കെ ഇത് പ്രധാനപ്പെട്ട വിഷയമായിട്ടും ഇത് പ്രത്യേകിച്ച് ഒളിവും മറവൊന്നും ഇല്ലാത്ത ആൾക്കാർ പറയുന്ന വിധത്തിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഒരു മതകീയ തെരഞ്ഞെടുപ്പായിട്ട്, മതകീയ വിഷയങ്ങളിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പായി മാറി എന്നൊരു തോന്നലാണ് എനിക്കിതുമായി ബന്ധപ്പെട്ടുള്ളത്. അത് എന്തെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് കുറ്റം പറയേണ്ടതില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ നാട്ടിൽ മൂന്നാം കക്ഷി മാത്രമായിട്ടുള്ള BJPയുടെ രാഷ്ട്രീയ ശ്രമം കൊണ്ടാണ് നമുക്കറിയാം. BJP ദേശീയ തലത്തിൽ രാജ്യം ഭരിക്കുകയാണ്. ആ BJP കേരളത്തിലേക്ക് അവരുടെ ഇൻറോഡ്സ് ഉണ്ടാക്കുന്നു. 1, 2, 3, 4, 5 അവരുടെ ചില ആളുകൾ വിചാരിക്കുന്ന പോലെ 15 സീറ്റുകൾ ഉണ്ടാക്കിയേക്കാം എന്ന തോന്നലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്, അപ്പോൾ ആ നിലക്ക് അവരുടെ രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് വരികയും അതിനെതിരായിട്ടുള്ള സംഗതികൾ കൺസോൾട്ടേഷനും മറ്റുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പം ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എന്ന് വെച്ചാൽ മുസ്ലിം കൺസോൾട്ടേഷൻ എന്നത് തെറ്റായ കാര്യമല്ല എന്ന് മുസ്ലിങ്ങൾ ആകപ്പാടെ വിചാരിച്ചിട്ടുണ്ട് എന്നാണ് ഈ ആളുകളെല്ലാം പറയുന്നത് കേട്ടാൽ നമുക്ക് പൊതുവിൽ തോന്നുകയും ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ബദലായിട്ട് അപ്പുറത്ത് BJP കൂടെ ഒരു വലിയ കക്ഷിയായതുകൊണ്ട് അപ്പുറത്തൊരു മറ്റൊരു കൺസോൾട്ടേഷൻ സംഭവിക്കില്ലേ എന്ന കാര്യം അവിടെയുണ്ട്. എന്നാൽ അതേസമയം തന്നെ മുസ്ലിം കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായിട്ട് വരുന്നു എന്ന് പറയുന്നു. ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ വോട്ടർമാർ BJPയോട് അല്പം ചാഞ്ഞു എന്ന് പറയുന്ന വോട്ടർമാർ പക്ഷേ അങ്ങോട്ട് നോക്കാതെ നേരെ UDFലേക്ക് വോട്ട് ചെയ്തു എന്ന കണക്കൂട്ടൽ ഇപ്പോൾ അന്തരീക്ഷത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾ, അങ്ങനെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും നേരത്തെ ഒന്നിച്ചു നിൽക്കുകയായിരുന്നെങ്കിൽ അവർ തമ്മിൽ വലിയ സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരെ ഒന്നിച്ച് സ്വീകരിക്കാനാകുന്ന ഒരു മുന്നണിയായിട്ട്, അവർക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് വോട്ട് ചെയ്യാവുന്ന ഒരു മുന്നണിയായിട്ട് UDF നിലനിൽക്കുന്നുണ്ട് എന്നത് ആശ്വാസകരമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് വിലയിരുത്തുന്ന ആളുകളെയും പലയിടങ്ങളിൽ കാണാം. അപ്പോൾ അതുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഈ 100 സീറ്റ് ഉണ്ടാകും UDFന് എന്ന് വെച്ചാൽ അത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തെ ഈ റിസൾട്ട് വന്നാൽ ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 100 സീറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ UDFന് ഉണ്ടായിട്ട് ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു. 2001 ഉണ്ടായിട്ടുള്ള 99 സീറ്റ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ UDFൻ്റെ നമ്പർ 40കളിലാണ്. അതായത് ഞാനത് വായിക്കാം. 2006 UDFന് 42, 2011 മാത്രമാണ് 72 ഉള്ളത്, 2006 42, 2016 47, 2021 41. എന്നാൽ അതേ വർഷങ്ങളിൽ LDF നോക്കുക, നമ്മൾ 20 വർഷത്തെ കണക്കെടുത്താൽ 2006 98, 2016 91, 2021 99 എന്ന് വെച്ചാൽ നമ്പർ നമ്മൾ വ്യത്യാസം നോക്കുക. അതായത് LDFന് 90കളിലാണ് ഈ 4ൽ 3 തെരഞ്ഞെടുപ്പുകളിലെ സീറ്റെണ്ണം. UDFന് ഈ 4ൽ 3 40കളിലാണ് നിൽക്കുന്നത്. ഒറ്റത്തവണ 2011 അവരുണ്ടാക്കിയ വിജയം 72 എന്ന നമ്പറിലാണ്. നമുക്ക് ഓർമ്മയുണ്ട് ആ കൊല്ലവും 68 സീറ്റുണ്ട് LDFന്. എന്ന് വെച്ചാൽ LDF 68 താഴേക്ക് പോയിട്ടേ ഇല്ല ഈ 20 കൊല്ലക്കാലത്തെ തെരഞ്ഞെടുപ്പ് സീനിൽ. പക്ഷേ UDF 50 മുകളിലേക്ക് വന്നിട്ടേ ഇല്ല, ഒറ്റത്തവണയെ വന്നിട്ടുള്ളൂ 72. അപ്പോൾ എങ്ങനെ വന്നാലും ശരാശരി 50 സീറ്റാണ് UDFനെങ്കിൽ ശരാശരി 89 സീറ്റാണ് LDFന് ഈ 4 വർഷങ്ങളിൽ. അപ്പോൾ അത് മറികടന്നിട്ട് ശരാശരി 50 സീറ്റുള്ള ഈ 4 വർഷത്തെ ശരാശരി എടുത്താൽ 50 സീറ്റുകൾ എണ്ണമുള്ള UDF 50 സീറ്റ് കൂടെ വർദ്ധിപ്പിച്ചിട്ട് 100ലേക്ക് എത്തും എന്ന രാഷ്ട്രീയ സാഹചര്യം അതീവ കൗതുകകരമായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് കാലത്ത് പരിശോധിക്കുന്ന പോലെ, എന്നാൽ പിന്നെ അതിന് മാത്രം, അതായത് 10-30 സീറ്റുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ മാത്രം എന്താണ് കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ വളരെയേറെ ആലോചിക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മുടെ സാധാരണമായുള്ള രാഷ്ട്രീയ അനാലിസിസ് ടൂളുകൾ ഉപയോഗിച്ച് ആലോചിച്ചാൽ എന്താണ്, ഇപ്പോൾ നമുക്കൊരു UDFകാരനായിട്ട് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ, പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ മകള്, ശബരിമല സ്വർണ്ണക്കൊള്ള, അത് ഇത് എന്ന് പറഞ്ഞ് നമ്മൾ 100 വിഷയങ്ങൾ നമുക്ക് കാണാം. പക്ഷേ നമ്മളെ ഒരു സാധാരണ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് മാറി എന്ന് ഇങ്ങോട്ട് ആലോചിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ഫീൽഡിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നും. പിന്നെ അപ്പോൾ അകത്തുകൂടെ തന്നെയുള്ളൊരു സട്ടിലായിട്ടുള്ള ഒരു തരംഗം ഇങ്ങനെ പോകണം. അത് ഉണ്ടായിക്കൂടായികയില്ല. കാരണം തരംഗങ്ങളെല്ലാം നേരത്തെ തന്നെ അറിയിച്ചിട്ട് എല്ലാവരെയും അറിയിച്ച് മാധ്യമപ്രവർത്തകർക്ക് പിടികിട്ടാവുന്ന വിധത്തിൽ വളരെ വിസിബിളായിട്ട് മാത്രമല്ല വരിക, അങ്ങനെയും സംഭവിക്കാം. പക്ഷേ ഇപ്പോഴത്തെ നിലക്ക് നോക്കുകയാണെങ്കിൽ UDF പ്രകടിപ്പിക്കുന്ന, പ്രത്യേകിച്ചും VD സതീശൻ പ്രകടിപ്പിക്കുന്ന 100 സീറ്റ് എന്നത് അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസ പ്രകടനമല്ലേ എന്നൊരു തോന്നലാണ് പൊതുവിൽ ഉണ്ടാവുക എന്ന് തോന്നുന്നു. കാരണം അതിന് അദ്ദേഹം പ്രത്യേകിച്ച് കാരണങ്ങൾ പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പുകളെല്ലാം തങ്ങളേക്ക് അടുത്തു എന്നാണ്. സോഷ്യൽ ഗ്രൂപ്പുകൾ എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ തലപ്പത്തുള്ള മനുഷ്യർ മാത്രമാണ്, അല്ലാതെ അതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അങ്ങനെ കാണുക സാധ്യമല്ല. ഇപ്പോൾ
മറ്റ് കണക്കുകളൊക്കെ കൂടുതലായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്, ഒരു പ്രധാനപ്പെട്ട പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ 2 നേതാക്കളുടെ ഉദയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. 2 നേതാക്കളുടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഉദയം എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് ഞാനതിനൊരു ആ തരത്തിലൊരു അനാലിസിസിൻ്റെ ഒരു വർത്തമാനം പറയുന്നത് കൊണ്ട് ആ നിലക്ക് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. 2 പേരും ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇടതുപക്ഷത്തെ എം സ്വരാജും അപ്പുറത്ത് ഷാഫി പറമ്പിലും. ഇവർ 2 പേരും ഈ 2 പക്ഷങ്ങളുടെയും 2 മുന്നണികളുടെയും ഏറ്റവും സുപ്രധാന ആളെക്കൂട്ടി നേതാക്കളായിട്ട് മാറും എന്നതിനുള്ള നല്ല സൂചന കിട്ടിയ കാലമാണ്. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് UDF അനുകൂല ആളുകളും പിന്നെ നിഷ്പക്ഷരാണെന്ന് പറയുന്ന UDF അനുകൂല ആളുകളും ഷാഫി പറമ്പിൽ വലിയ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുകയാണ്, സ്വരാജ് അങ്ങനത്തെ ഒരാളല്ലോ എന്ന് പറയും. കാരണം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പരിഗണിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. കാരണം ഇടതുപക്ഷത്തിന് ഈ നിലക്കുള്ള നേതാവ് മതി. അദ്ദേഹം പോയിട്ട് സ്റ്റേജ് മേൽ നിന്നാൽ ഉടനെ ഷാഫി പറമ്പിൽ കിട്ടുന്ന പോലെ വലിയ ആൾക്കൂട്ടം വരണമെന്നില്ല. ഇപ്പോൾ പിണറായി വിജയൻ അങ്ങനെ ഒരു ആളെക്കുട്ടി നേതാവല്ല. ഇപ്പോൾ അദ്ദേഹം 2 തവണ മുഖ്യമന്ത്രി ആയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾക്ക് ആളുകൾ ഇങ്ങനെ വന്ന്, അല്ലെങ്കിൽ ഒരു മാസ്മരികമായ പ്രഭാഷണം നടന്ന ആളോ ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് വരുന്ന ആളോ അല്ല. അത് PS അച്യുതാനന്ദനും അങ്ങനെയായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ അവരുടെ ഇടതുപക്ഷ ഗരിമ ഈ ആളെ കൂട്ടുന്നതല്ല അല്ല ഉള്ളത്. എന്നാൽ ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയെ പോലെ വലതുപക്ഷത്തിൻ്റെ UDFൻ്റെ നേതാവ് എന്ന് വെച്ചാൽ അവരുടെ നേതൃഗരിമ എന്ന് വെച്ചാൽ അതാണ്. അവർ വരുന്നിടത്തേക്ക് വലിയ ഓറ ഉണ്ടാവുകയും വലിയ ആൾക്കൂട്ടം വരികയും ചെയ്യുക. അപ്പോൾ ഷാഫി പറമ്പിൽ ആ നിലക്ക് വലിയ നേതാവായിട്ട് വന്നു എന്ന തെരഞ്ഞെടുപ്പാണിത്. LDFൻ്റെതായ രീതിയിൽ, ലെഫ്റ്റിൻ്റെതായ രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള വാർത്താ സമ്മേളനം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയാകപ്പാടെ മാറ്റുന്ന വിധത്തിലേക്ക്, ആ പക്ഷത്തുള്ള ചെറുപ്പക്കാരടക്കമുള്ള ആളുകളുടെ ആവേശത്തെ കൂട്ടുന്ന വിധത്തിലേക്ക്, എന്നാൽ സ്വന്തം പാർട്ടിയുടെയും മുന്നണിയുടെയും ഗ്രൗണ്ടിൽ നിന്ന് 5 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാതെ നിന്നിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ വർത്തമാനം പറഞ്ഞ് ആവേശത്തിലാക്കാൻ സ്വരാജിനും കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട സാഹചര്യം. അതായത് വാക്വമുണ്ട്. അതായത് ഇപ്പോൾ അത് LDFിൽ മാത്രമല്ല UDFിലും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് നേതാക്കളെ കാണാമെങ്കിലും പിണറായി വിജയൻ കഴിഞ്ഞ് താഴേക്ക് ഒരുപാട് നോക്കിയാലാണ് നമ്മൾ അടുത്ത നേതാവിനെ UDF തന്നെയും കാണുക. അതിനകത്ത് കുറേയേറെ നേതാക്കളുണ്ടെങ്കിൽ തന്നെയും ഈ മിഡിലുള്ള നേതാക്കൾക്ക് പകരം നേരെ താഴേക്ക് പോയിട്ട് കുറേ കൂടെ ഏറ്റവും യൂത്തായിരിക്കുന്ന ഷാഫി പറമ്പിലാണ് അവിടെ ഒരു വലിയൊരു നേതാവായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ ഇത്തവണ MP ഗോവിന്ദൻ മാസ്റ്റർ കൊണ്ട് മാറിയുന്നൊരു തെരഞ്ഞെടുപ്പാണല്ലോ. അദ്ദേഹം അധികം പുറത്തേക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല, സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയായിരുന്നു. അപ്പോൾ സ്വരാജിനെ നമ്മൾ കാണുന്നു. അപ്പോൾ ഇരുപക്ഷവും പിന്നെ നമ്മൾ ഇടക്കാലത്ത് BJP വരുന്നു എന്ന് പറയുന്നു. BJP വരും. BJP ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളുടെയും തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെയും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൊടുത്തത് അവരാണ്. അവരുണ്ടാക്കിയ മതകീയമായിട്ടുള്ള സംഗതികൾക്കകത്താണ് ചർച്ച നടന്നത്. BJP ഒരു ഡിസിഷൻ മേക്കേഴ്സാണ് എന്ന തോന്നലുണ്ടായി. അവർ 1-ലേറെ സീറ്റുകൾ നേടിയേക്കാമെന്ന സീനുണ്ട്. അവർ എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. നമ്മൾ 3 സ്ഥാനാർത്ഥികളെ ശക്തമായി, പിന്നെ മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം കൊള്ളാവുന്ന സ്ഥാനാർത്ഥികൾ എന്ന് തോന്നുന്ന വ്യക്തികളെ തന്നെയും അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റി. പിന്നെ രാഷ്ട്രീയമായിട്ട് കൊള്ളാവുന്നത് എന്ന് എല്ലാവരും വിലയിരുന്നില്ലെങ്കിലും ഇപ്പോൾ അഖിൽ മാരാറും മറ്റേ അഞ്ജലി നായരും ഒക്കെ പോലെ ചർച്ചയാകുന്ന നമ്മുടെ ഫോണുകളിലേക്കൊക്കെ വിഷ്വൽസ് വരുന്ന ആളുകളായിട്ട്, ഒരു കൗതുകമുള്ള ആളുകളായിട്ട് അവർ മാറ്റും, ചിയർ ലീഡേഴ്സായിട്ട് മാറാനും ഒക്കെയുള്ള ആളുകളൊക്കെ വന്നു. അപ്പോൾ BJPയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പും LDFിൻ്റെയും UDFിൻ്റെയും അതിശക്തമായിട്ടുള്ള പോരാട്ടം, ഈ ഇരു കക്ഷികൾക്കിടയിൽ, ഇരു മുന്നണികൾക്കിടയിൽ വിഭജിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന സൂചന നൽകുന്നൊരു വോട്ടെടുപ്പായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് സനീഷ് ആദ്യം പറഞ്ഞില്ലേ ഈ സണ്ണി വക്കീൽ എന്താണ് ഇത്ര വയലൻ്റ് എന്ന് ചോദിച്ചില്ലേ, അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ, അതായത് ഒരു ചർച്ച സ്വരാജ് ആരംഭിക്കുന്നു. അതായത് ഈ ശവം തൂക്കി എന്ന പ്രയോഗത്തിലൂടെ ഈ വയനാട് വീടുകൾക്കുള്ള ഫണ്ട് തട്ടിച്ചു എന്നുള്ള ആരോപണം സ്വരാജ് അവതരിപ്പിക്കുമ്പോൾ അത് സാധാരണ 2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു ചർച്ചയാണ്. പക്ഷേ അതിന് സണ്ണി വക്കീൽ മറുപടിയായിട്ട് വന്നു, കണക്കുമായിട്ട് വന്നു. ആ ചർച്ച അവിടെ നിന്നില്ല, അതൊരാഴ്ചത്തെ ചർച്ചയായി അത് പരിണമിച്ചു. അതായത് ആ ചർച്ച എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ, നമുക്കറിയാവുന്ന തെരഞ്ഞെടുപ്പ് കാല ചരിത്രത്തിൽ എപ്പോൾ നോക്കിയാലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരാഴ്ച മാധ്യമങ്ങൾ നന്നായി CPIMനെയും ഇടതുമുന്നണിയെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് വാർത്തകൾ പ്ലേസ് ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക. അത് കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. വലതുപക്ഷ മാധ്യമങ്ങളാണ് കേരളത്തിൽ സമ്പൂർണ്ണമായി തന്നെ ഉള്ളത് എന്നതുകൊണ്ട് ആ സ്വഭാവത്തിലാണ് വാർത്തകളെ അവർ പ്ലാൻ ചെയ്യുക, അവതരിപ്പിക്കുക. പക്ഷേ സ്വരാജിൻ്റെ വാർത്താ സമ്മേളനം മൊത്തം ചർച്ചകളെയും വഴിമാറ്റി. അത് ഈ ഒരു പോയിന്റിലേക്ക് വന്നു. ഇത് വല്ലാതെ, സാധാരണ എപ്പോഴും ഒരു പോയിന്റ് UDF കൊണ്ടുവരികയും ഇടതുമുന്നണി അതിന് മറുപടി പറയുകയും ചെയ്യണം. കാരണം അതിന് മറുപടി പറയാൻ മാധ്യമങ്ങൾ പ്രേരിപ്പിക്കും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുവന്ന കാഴ്ച. സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്ത വണ്ണം ഈ ചോദ്യം മുഴുവൻ കോൺഗ്രസിന് നേരെയായി. ഈ വീടെപ്പോൾ ഉണ്ടാവും എന്നുള്ള ചോദ്യം നിരന്തരം അഭിമുഖീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. മാധ്യമങ്ങൾ ഇത് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് മാധ്യമങ്ങളും വന്നു. നിരന്തരം ആ ചോദ്യം ചോദിച്ചു. അപ്പോഴാണ് സണ്ണി വക്കീൽ കണക്ക് അവതരിപ്പിച്ചത്. ഈ കണക്ക് അവതരിപ്പിച്ചതും അതൊരു ദുർബലമായ അവതരണമായിരുന്നു. ചിലപ്പോൾ ആ കണക്കിന് ഇപ്പം ഭാവിയിൽ അത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും ആ അവതരണം ദുർബലമായിരുന്നു. ഇത് അദ്ദേഹത്തിനും ബോധ്യമുണ്ട്. ഒരു നല്ല വക്കീലായി ഞാൻ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആശങ്കയിൽ നിന്നാണോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ദേഷ്യം എന്നുള്ളതും എനിക്ക് തോന്നുന്നു. അതൊരു കാരണമാണ്. മറ്റൊന്ന്,
അദ്ദേഹം തന്നെ അതിൻ്റെ കാരണം പറഞ്ഞു. അതായത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആത്മാർത്ഥതയുണ്ട്, എനിക്ക് സത്യസന്ധനാണ്, ഞാൻ ഒരു കാര്യം ഇതുവരെ ഇങ്ങനെ അല്ലാതെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ചൂടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഇനി തെളിയിക്കാൻ രേഖയോ ഡാറ്റയോ മുന്നോട്ട് വെക്കാൻ നിർവാഹമില്ല, കാര്യമില്ല. ഇപ്പോൾ നികേഷ് ചോദിച്ചാൽ ആർക്കാണ് പൈസ മാറിയത്, ഏത് വിദേശ വ്യവസായിക്കാണ് എന്ന് അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുക വാർത്താ സമ്മേളനത്തിൽ. അദ്ദേഹത്തോട് പറയാൻ വേണ്ടി പറഞ്ഞത് അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയൂ എന്ന് ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ അത് ചൂടാവുന്നത് അദ്ദേഹം മനഃപൂർവ്വം ചൂടാവുന്നതാണ് എല്ലാ വാർത്താ സമ്മേളനത്തിലാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ചൂടാവുക എന്നല്ലാതെ രേഖ മറ്റൊന്നും വെക്കാനില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ സത്യസന്ധതയെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണോ എന്നൊരു രോഷം മുഖത്ത് പ്രകടിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം ഏതോ ഒരു ഘട്ടം തൊട്ട് മനസ്സിലാക്കിയിട്ട് വോട്ടെടുപ്പ് കഴിഞ്ഞു എന്ന കാര്യം അദ്ദേഹത്തിന് ഇന്ന് വരെ ആ ധാരണ ആകത്തോണ്ടായിരിക്കണം ഒരുപക്ഷെ ഇന്നും അദ്ദേഹം ചൂടായി. നാളെ അദ്ദേഹം കൂളാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം മാധ്യമങ്ങളുടെ കാര്യത്തിലും ഇത്തവണ വലിയ ഒരു മാറ്റം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ആലോചിച്ച് നോക്കൂ, നിശ്ചിതമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് തോൽക്കാൻ പോവുകയാണ്. പിന്നെ UDF ആണ് അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് ഇവരെ സകലമായ ആയുധങ്ങളെടുത്ത് ആക്രമിക്കുകയായിരുന്നു മാധ്യമങ്ങൾ. ഹർഷൻ ഓർമ്മയുണ്ടോ? ഈന്തപ്പഴത്തിനുള്ളിൽ സ്വർണം, ഖുറാനുള്ളിൽ സ്വർണം, ബിരിയാണി ചെമ്പിൽ സ്വർണം, കൈതോലപ്പായ എന്നിങ്ങനെ നിറയെ കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ഇത്തവണ ഒന്നുമില്ലല്ലോ. ഇത്തവണ കുറച്ച് ഡീസൻ്റ് ആയിട്ടാണ്. അതായത് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, നമ്മൾ വല്ലാതെ അങ്ങ് പക്ഷം പിടിച്ചിട്ടൊന്നും നിൽക്കേണ്ടതില്ല, വല്ലാതെ അടിക്കേണ്ടതില്ല. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവർക്ക് ഉറപ്പില്ല. കഴിഞ്ഞ ഉറപ്പായിരുന്നു 5 കൊല്ലം കൂടും മാറുന്നുള്ളൂ, അപ്പോൾ ഇടതുപക്ഷ മുന്നണി ജയിക്കും, തോൽക്കുകയാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർ കുറേ അല്ല, ഞാൻ പറഞ്ഞത് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതായി എന്നല്ല, പക്ഷേ പഴയ ധൈര്യത്തോടെ കഴിഞ്ഞ തവണ ധൈര്യം ഉണ്ടായിരുന്നു. 5 കൊല്ലം കൂടുമ്പോൾ ഇവർ മാറും, അതുകൊണ്ട് ഇടതുപക്ഷം മാറാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മാധ്യമപ്രവർത്തകർ പരസ്യമായി ഏറ്റവും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ഏർപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ സജീവമായി ഇപ്പോൾ വീഡിയോകളൊക്കെ ചെയ്ത് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകർ, IAS ഉദ്യോഗസ്ഥർ ഇങ്ങനെയുള്ളവരൊക്കെ ഇറങ്ങി തിരിച്ച, അല്ലെങ്കിൽ ആ സൂചന കൊടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള കൗതുകം കൂടി ഈ തെരഞ്ഞെടുപ്പ്. അതാണ്. എന്തായാലും മാധ്യമ നിരന്തരമായിട്ട് UDF അനുകൂലമായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടും അതിശക്തമായിട്ട് ആഞ്ഞടിക്കാറുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ആസ് എ ഹോൾ ഒരല്പം ഭയന്ന് പിൻവാങ്ങി നിന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് കൂടിയാണ് ഞാനിതിനെ കാണുന്നത്. 1987 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് കേരളം ഇന്നലെ രേഖപ്പെടുത്തിയത്. സ്ത്രീ വോട്ടർമാരുടെ പോളിംഗും റെക്കോർഡിട്ടു. SIR നടപ്പിലാക്കിയ വർഷമായതുകൊണ്ട് പോളിംഗിലെ ഉയർച്ച ഒരു വ്യക്തമായ ട്രെൻഡ് കാരണമാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാലും ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് 3 മുന്നണികളും ഒരേ സ്വരത്തിൽ അവകാശപ്പെടുന്നത്. തുടർഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇതാണ് ഉയർന്ന പോളിംഗിലൂടെ വ്യക്തമാകുന്നതെന്നും LDF കണക്ക് കൂട്ടുമ്പോൾ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നതാണ് പോളിംഗ് ശതമാനത്തിലെ വർധന സൂചിപ്പിക്കുന്നതെന്നാണ് UDF അവകാശപ്പെടുന്നത്. തങ്ങളുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ പോളിംഗ് ഉയർന്നത് നേട്ടം ചെയ്യുമെന്ന് BJPയും കരുതുന്നുണ്ട്. ഇതിനു പുറമെ 2020 മത്സരിക്കുന്ന കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ് ശതമാനവും NDA ക്യാമ്പിന് സന്തോഷം നൽകുന്നുണ്ട്. 3 മുന്നണികളുടെ പ്രതീക്ഷകൾക്കും ഊർജ്ജം നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ LDFും UDFും അവകാശപ്പെടുന്ന ഈസി വാക്ക് ഓവർ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. ഡീൽ ആരോപണവും ശബരിമല സ്വർണ്ണക്കൊള്ളയും വയനാട് ഫണ്ട് വിവാദവുമെല്ലാം ആർക്കാണ് ഗുണം ചെയ്തത് എന്നറിയാൻ മെയ് 4 വരെ ക്ഷമയോടെ കാത്തിരിക്കാം. അതുവരെ ചർച്ചകൾ നടത്താം.